ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ഫെമിനിസ്റ്റാണെന്ന്. അതായത് മനുഷ്യരായ എല്ലാവരും ഒരു ഫെമിനിസ്റ്റാണ്. അടുത്തൊരു അഭിമുഖത്തിൽ ജുവൽ മേരി പറയുന്നൊരു കാര്യമുണ്ട്. ഫെമിനിസ്റ്റ് അല്ലാത്തവർ പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറയാൻ ഞാനും അതാണ് ചോദിക്കുന്നത്. ഫെമിനിസ്റ്റ് അല്ലാത്തവർ പിന്നെ എന്താണ്? മനുഷ്യരല്ലേ? നമുക്കൊരമ്മ, ഭാര്യ, നമുക്ക് കൂട്ടുകാരി ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫെമിനിസ്റ്റുകൾ തന്നെയാണ് അല്ലേ? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ മാനത്തിന് വേണ്ടി, അവരുടെ അഭിമാനത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഫെമിനിസ്റ്റാണ്. നമ്മുടെ നാടും നമ്മുടെ ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഭൂരിപക്ഷം സമൂഹങ്ങളും ഒരു പാട്രിയാർക്കൽ മൂല്യങ്ങളാണ് കുറേ നാളുകളായിട്ട്. ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഒരുപാട് ഫെമിനിസ്റ്റുകളായുള്ള ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങൾ മൂലം സ്ത്രീകൾക്ക് അവകാശങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളും നമ്മുടെ രാജ്യത്തിലും ഭരണഘടനയിലും ഒക്കെ എഴുതി ചേർക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അവിടെയാണ് സ്ത്രീകൾ ഇത്രയും നാൾ, ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഇത്രയും നാൾ കൊണ്ടുവന്ന ഒരുപാട് വാല്യൂസ്, അവരുടെ അവകാശങ്ങൾ തകർക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഷിംജിതയെ പോലെയുള്ള ചില വൈറൽ രോഗങ്ങൾ തലയ്ക്ക് പിടിച്ച ചില സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് വേലകൾ. ഇതുമൂലം എന്തുണ്ടാക്കുന്നതെന്നറിയോ? ഒരുപാട് സ്ത്രീകൾ ഇനി മുതൽ തങ്ങൾക്കുണ്ടായ വേദനകൾ പോലും പുറത്തു പറയാനായിട്ട് മടിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ തന്നെ നമ്മുടെ വീടുകളിലെ നമ്മുടെ അമ്മയോടോ ഭാര്യയോടോ സഹോദരിയോടോ നമ്മുടെ അടുത്തടുത്ത കൂട്ടുകാരിയോടോ ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് ബസ്സിൽ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്ന അവരോടൊക്കെ ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് ചോദിച്ചാൽ മതി, അവർ പറയും ഉണ്ടായിട്ടുണ്ടെന്ന്. ഇവിടെയാണ് നമ്മളൊരു ഒരു 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 സംഭവം ഇപ്പോൾ ഉണ്ടായി അല്ലേ? ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈ ഒരു സ്ത്രീ മൂലം ആത്മഹത്യ ചെയ്തു, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ചില പുരുഷന്മാർ ഇത് കാണിച്ചു കൂട്ടിയിട്ട് അവർ പറയുന്നു, ഞങ്ങളിനി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കില്ല, ഞങ്ങളിനി ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പോവില്ല, ഞങ്ങൾ സ്ത്രീകളെടുത്തിരിക്കാൻ ഭയമാണെന്നൊക്കെ പറയുമ്പോൾ കുറേ നാളുകളായിട്ട് ബസ്സുകളിലും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളിലും ഇതുമൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും ബസ്സിൽ പോകുന്നുണ്ട്. ഇന്നും അവർ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എത്രമാത്രം ധൈര്യമുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് അല്ലേ? പക്ഷേ ഇതുമൂലം ചില പുരുഷന്മാർ, ഈ ഇത്തരത്തിലുള്ള കാമഭ്രാന്തന്മാർ എല്ലാ ബസ്സുകളിലുണ്ട്, പൊതുഗതാഗത സംവിധാനങ്ങളിലുണ്ട്, നമ്മൾ കാണാറുണ്ട്. അവർ ഇതുമൂലം അവരൊരു ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. സ്വയം അവരവരെ തന്നെ വിശുദ്ധരായി കാണുന്നുണ്ട്. ഞങ്ങൾ അതായത് ഈ ഒരു സംഭവം മൂലം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാമഭ്രാന്തന്മാർ അവർക്ക് ലൈസൻസ് വീണ്ടും കിട്ടിയ പോലെ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ.